ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്രീൻ ബെൽസ്. അപ്പോൾ ഇന്ന് ജൂൺ 5 എൻവയോൺമെൻറ്റൽ ഡേ ആണ് അല്ലേ. ഇത് ശരിക്കും വർഷങ്ങൾക്ക് മുന്നേ, അതായത് 1973 ജൂൺ 5-ാം തീയതിയാണ് ഫസ്റ്റ് എൻവയോൺമെൻറ്റൽ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. UNEP-യുടെ നേതൃത്വത്തിലാണ് ഇത് സെലിബ്രേറ്റഡ് ആവുന്നത്. അപ്പോൾ അത്രയും വർഷങ്ങൾക്ക് മുന്നേ തന്നെ നമ്മുടെ പൂർവികർ പലരും ഇതിനെപ്പറ്റി ചിന്തിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആശയം രൂപീകരിക്കാനും നമ്മളുടെ എൻവയോൺമെൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ എർത്തിന് വേണ്ടിയിട്ട് ഒക്കെ നമുക്കൊന്ന് ചിന്തിക്കാനുള്ളൊരു ദിവസമാണ് ശരിക്കും ഇന്ന്. ഇതിനെപ്പറ്റി നമ്മൾ ഓരോ വർഷവും അവർ ഓരോരോ തീമുകൾ കൊണ്ടുവരും. അപ്പോൾ ഈ വർഷത്തെ തീം എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു തീമാണ് ഈ വർഷം അവർ കൊണ്ടുവന്നേക്കുന്നത്. നമുക്കറിയാമല്ലേ, ഈ ഒരു കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മളുടെ ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച് നമുക്ക് തന്നെ അത് നല്ലവണ്ണം വിസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ കേരളത്തെ പറ്റി സംസാരിക്കുവാണെങ്കിലും നമുക്കിവിടെയുള്ള മഴയുടെ ഫ്രീക്വൻസി കൂടി, അങ്ങനെ പല സ്ഥലം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒത്തിരി പ്രോബ്ലംസ് നമ്മളിവിടെ ഫേസ് ചെയ്തു. ലാൻഡ് സ്ലൈഡ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്തു. അപ്പോൾ അതെല്ലാം ചിന്തിക്കാനായിട്ടൊരു വർഷം കൂടിയാണ് ഈ എൻവയോൺമെൻറ്റൽ ഡേ. അപ്പോൾ ഈ വർഷം എൻവയോൺമെൻറ്റൽ ഡേ ഹോസ്റ്റ് ചെയ്യുന്ന കൺട്രി പലർക്കും അറിയായിരിക്കും, അസർബൈജാൻ എന്ന് പറഞ്ഞ കൺട്രിയാണ്. അപ്പോൾ അതിൽ ബാക്കുവിൽ വെച്ചിട്ടാണ് ഇവിടെ നടക്കുന്നത് ഈ വർഷം. അപ്പോൾ ഈ കൺട്രിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒത്തിരി ഓയിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നൊരു കൺട്രി ആയിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് വിൻഡ് എനർജി, അതുപോലെ തന്നെ സോളാർ എനർജി, അതൊന്ന് ഡെവലപ്പ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി വിൻഡ് മിൽസൊക്കെ അവർ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് ഊന്നൽ കൊടുത്തുകൊണ്ടിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോവുക, അല്ലെങ്കിൽ വികസനം മുമ്പോട്ട് കൊണ്ടുവരിക എന്നുള്ള ആ ഒരു കോൺസെപ്റ്റാണ് ഇവർ ഈ കൺട്രിയിലെ അതോറിറ്റീസ് ഏറ്റെടുത്തേക്കുന്നത്. അവരതിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഒരു ഹോസ്റ്റിംഗ് കൺട്രിയാണ് ഈ പ്രാവശ്യത്തെ എൻവയോൺമെൻറ്റൽ ഡേക്ക് കൃത്യമായിട്ട് പറ്റിയ ആപ്റ്റായിട്ടുള്ളൊരു കൺട്രി ആയിട്ട് എനിക്കിത് ഫീൽ ചെയ്തു. അപ്പോൾ ഭൂമിയിലെ മനോഹരമായ കാഴ്ചകൾ, ഇതുപോലെ കിളികളും പൂക്കളും എല്ലാം നമുക്ക് ഭാവി തലമുറയ്ക്ക് വേണ്ടി കൂടി നമുക്ക് സൂക്ഷിച്ച് വെച്ച് നമുക്ക് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിലേക്ക് നമ്മുടെ എല്ലാവരുടെയും ചിന്തകൾ കൊണ്ടുവരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻവയോൺമെൻറ്റൽ ഡേ തോട്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.